ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ സഞ്ജയ്. ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണ്. ഇവിടെ ഹ്യൂസ്റ്റണിൽ ഒരു ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. 35 വയസ്സ്, മാരീഡാണ്. വൈഫ് കാർഡിയോ തൊറാസിക് സർജനാണ്. 3 വർഷമായി അമേരിക്കയിലെത്തിയിട്ട്. ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. ഒരു ആൺകുട്ടിയുണ്ട്, ആദി. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അമ്മ ജനറൽ മെഡിസിൻ, അച്ഛൻ ഗൈനക്കോളജി. മൈസൂരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് കന്നഡയും മലയാളവും ഇംഗ്ലീഷും വെള്ളം പോലെ പറയാനും എഴുതാനും എനിക്ക് കഴിയും. ഞാൻ മെഡിസിനും PGയും ചെയ്തത് മാണ്ഡ്യയിൽ ഒരു പ്രശസ്ത മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷം കർണാടകയിലും കേരളത്തിലും ഒരുപാടിടത്ത് താമസിച്ചും ട്രെയിനിങ്ങും പ്രാക്ടീസും നേടാൻ അവസരമുണ്ടായി. PG കഴിഞ്ഞ് ഒരു 8 മാസക്കാലം അച്ഛൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഡോക്ടർ മഞ്ജുനാഥേശ്വര ക്ലിനിക്ക് നടത്താൻ അവസരം കിട്ടി. കക്ഷിയും വൈഫും ഓസ്ട്രേലിയയിലുള്ള അവരുടെ മകനെയും മരുമകനെയും കാണാനായി 6 മാസത്തേക്ക് പോവുകയാണ്. അച്ഛനോട് അത് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛന് മൈസൂരിൽ ഒരു ക്ലിനിക്കും പിന്നെ ഒരു വലിയ ഹോസ്പിറ്റൽ ഗൈനിക് വിഭാഗത്തിന്റെ HOD ആയി ജോലി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ക്ലിനിക്ക് ഇരിക്കുന്നത് കേരള കർണാടക ബോർഡറിൽ ഒരു പട്ടിക്കാട്ടിലായതിനാലും അച്ഛൻ നോ പറഞ്ഞു. പിന്നെ പുള്ളി എന്നോട് ചോദിച്ചു പറ്റുമോ എന്ന്. രണ്ടാമതൊന്നും ആലോചിക്കാതെ യെസ് മൂളി. അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. മൈസൂരിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയുള്ള ഒരു അത്യാവശ്യം വലിയ പട്ടണം. അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു ഹള്ളി. ഒരു 20 വീടുകളും 1-2 കടകളും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും കഴിഞ്ഞു. കർണാടക ട്രാൻസ്പോർട്ട് ബസ് മൈസൂരിലേക്ക് ട്രിപ്പുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് 3:30 പോയാൽ പിന്നെ രാവിലെ 7 മണിക്ക് വരും. ആകെ 2 ബസ്, 8 ട്രിപ്പ്. അങ്ങനെ ഒരു ഒക്ടോബർ 4-ാം തീയതി ബുധനാഴ്ച ഞാൻ തുംകൂറിൽ നിന്നും പെട്ടിയും കിടക്കയും എടുത്ത് പിറ്റേ ദിവസം ക്ലിനിക് ഇൻചാർജായി ചാർജ് ഏറ്റെടുക്കാൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ 8 മണി ആയപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യ സാധനങ്ങളുമായി ക്ലിനിക്ക് ഇരിക്കുന്ന കെട്ടിടത്തിന് മുന്നിലെത്തി. കാർ പാർക്ക് ചെയ്തു. മഞ്ജു അങ്കിൾ, അങ്ങനെയായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ പുള്ളിയെ വിളിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ പുള്ളി ക്ലിനിക്കിലെ ബെഡ്റൂമിൽ താമസിക്കും. 8:30 ആയപ്പോഴേക്കും കുസുമം എത്തി. നേരത്തെ ഞാൻ ആളെ കണ്ടിട്ടില്ല. ആള് കാണാൻ അത്ര സുന്ദരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം. ഇരുനിറം, എൻ്റെ ഒപ്പം പൊക്കവും, സ്ലിം ഫീച്ചറാണ്. വേണ്ടാത്തടത്തൊക്കെ നല്ല പോലെ കൂടുതലാണ്. എന്നെ കണ്ട് അവൾ കന്നഡയിൽ ഏനു ബേക്കു സാർ, മഞ്ജു സാർ ഇന്ന് ബന്ദില്ല, ഈങ്കോ ബേറുവാരേ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഡോക്ടറാണ്, ഇനി അവളുടെ ബോസ് ആണ് എന്ന് മനസ്സിലായപ്പോൾ അവളുടെ കണ്ണിൽ എന്തൊക്കെയോ ഭാവങ്ങൾ മാറി വരുന്നത് ഞാൻ കണ്ടു. അവർ എന്നെ ക്ലിനിക്കിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി ഒരു കസേര എടുത്തു തന്നു. ഞാൻ എന്നെ അവൾക്ക് പരിചയപ്പെടുത്തി. അവളെ എനിക്കും. സംസാരിച്ചപ്പോൾ ഒരു പാവമാണെന്ന് മനസ്സിലായി. വീട്ടിൽ ഇപ്പോൾ പ്രായമായ അച്ഛനമ്മയും മാത്രം. അവർക്ക് പ്രായമായതിനു ശേഷമാണ് ഇവൾ ഉണ്ടായത്. അവളുടെ ചേട്ടൻ കൃഷ്ണ അവളേക്കാൾ 24 വയസ്സിന് മൂത്തതാണ്. അവർ കുടുംബത്തോടെ മുംബൈയിലാണ് താമസം. അച്ഛൻ്റെ മരുന്നിനും വീട്ടു ചിലവുകൾക്കും അവളുടെ സാലറി മാത്രമാണ് ആശ്രയം. ആയ കാലത്ത് അവർ ബെല്ല നിർമ്മിക്കുന്ന തൊഴിലാളിയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ 2 പേർക്ക് രോഗങ്ങളും വയ്യായികളുമാണ്. അവളോട് സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് അവളുടെ അവിടെ ഇവിടെ നോക്കലും മനസ്സ് അവളുടെ നിസ്സഹായത എങ്ങനെ മുതലാക്കാം എന്നുമായിരുന്നു. ഇക്കാര്യത്തിൽ കാശ് മുടക്കാൻ എനിക്ക് മടിയൊട്ടുമില്ല. വരട്ടെ, 8 മാസം ഇനിയുണ്ടല്ലോ. പയ്യെ തിന്ന പനയും തിന്നാം എന്നാണല്ലോ. അല്പസമയം കഴിഞ്ഞപ്പോൾ മഞ്ജു സാർ വന്നു. സാർ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ക്ലിനിക് ഒരു റോഡ് സൈഡിൽ ചെരിഞ്ഞ പ്രദേശത്താണ്. 2 നില, മുകൾ നില റോഡ് ലെവലിൽ. അവിടെയാണ് ക്ലിനിക്ക്. ഒരു വെയിറ്റിംഗ് റൂം, ഒരു കൺസൾട്ടിംഗ് റൂം, അത്യാവശ്യം വലുപ്പമുണ്ട്. ഉള്ളിൽ ഒരു എക്സാമിനേഷൻ റൂം വിത്ത് ടേബിൾ, പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു റൂം ലാബ്. പ്രൊഡക്ടർ ആവശ്യങ്ങൾക്കാണ്, പക്ഷേ ലാബ് ടെക്നീഷ്യൻ വേക്കൻ്റ് ആണ്. അതിനാൽ അത്യാവശ്യം ടെസ്റ്റുകളെല്ലാം സാമ്പിൾ കളക്ട് ചെയ്ത് ടൗണിലുള്ള ലാബിൽ അയക്കും, അല്ലെങ്കിൽ എഴുതി കൊടുക്കും. ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ഒരു നേഴ്സുണ്ട്, കുസുമ. നീ മുകളിൽ കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞതാണ്, കുട്ടികളില്ല. 3 പ്രാവശ്യം അലസിപ്പോയി. കെട്ടിയോൻ അതോടെ ഉപേക്ഷിച്ചു.
വേറൊരു പെണ്ണിന്റെ കൂടെ താമസിക്കുന്നു. ഇപ്പോൾ ക്ലിനിക്കിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹള്ളിയിൽ പ്രായമായ പേരൻസിനൊപ്പമാണ് താമസം. 2 ബസ് മാറി കയറണം വീട്ടിലെത്താൻ. അതിനാൽ ലാസ്റ്റ് ബസ്സിൽ അവൾ പോകും. പിന്നെ എന്തേലും കാരണത്താൽ 3:30 ബസ്സിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മഞ്ജു സാർ അവളെ കാറിൽ വീട്ടിൽ വിടാറാണ് പതിവ്. മുകളിലത്തെ നിലയിൽ വേറെ 2 കടമുറികളുണ്ട്. അതിൽ 2 പോസ്റ്റ് ഓഫീസും നടുവിലുള്ള ഒരു മുറി ബേക്കറി ആയിരുന്നു. ഇപ്പൊ പൂട്ടിക്കിടക്കുക. താഴത്തെ നില ഒരു അപ്പാർട്ട്മെന്റ് പോലെ ആക്കിയെടുത്തിരിക്കുന്നു. 2 ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്, ഒരു കിച്ചൺ, ഹാൾ, പിന്നെ ഒരു റൂം, കാർ പൂട്ടി ഇടാനുള്ള കാർ പോർച്ച്. അതിനുള്ളിൽ കൂടി താഴത്തെ നിലയിലെ ഹാളിൽ കടക്കാം. കെട്ടിടത്തിനുള്ളിൽ കൂടി ഒരു സ്റ്റെയർകേസ് ഹാളിലേക്കുണ്ട്. പുറത്തേക്ക് ഇറങ്ങാതെ താഴത്തെ ബെഡ്റൂമിൽ ഹാളിലെത്താം. പിന്നെയുള്ള ഒരു റൂം ബെഡ്റൂമിനോട് ചേർന്നുണ്ട്. അത് ആർക്കെങ്കിലും ട്രിപ്പ് ഇടാൻ ചിലപ്പോൾ ഉപയോഗിക്കും. കെട്ടിടത്തിന് സൈഡിൽ കൂടി കാർ പോർച്ചിലേക്ക് ഒരു റോഡുണ്ട്. പുറകിൽ ചെറിയൊരു മുറ്റവും. അതിന് ചുറ്റും മരങ്ങൾ കൊണ്ടൊരു മറയും അതിനപ്പുറവും പാടവുമാണ്. മുറ്റത്തൊരാൾ നിന്നാൽ പുറത്തുള്ളവർക്ക് കാണാനേ പറ്റില്ല. അത്യാവശ്യം പണമുള്ള പേരൻസ് ഉള്ളതിനാൽ വീട്ടിൽ വണ്ടികൾ 4 ഉണ്ട്. എന്നാലും എന്റെ ഇഷ്ടപ്രകാരം PG കഴിഞ്ഞപ്പോൾ BMW X5 വാങ്ങി തന്നു. ബ്ലാക്ക് കളർ വിത്ത് പ്രൈവസി വിൻഡോസ്. വീട്ടിൽ നിന്നും പോയി വരാൻ സാധിക്കുന്നതിൽ ക്ലിനിക്കിൽ താമസിക്കുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ക്ലിനിക്ക് കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്തുകൊണ്ടും നീ അൺസ്മൈൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൂടാ? പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഫുഡ് ഒരു പ്രശ്നമാണ്. ക്ലിനിക് ഓണർ ഡോക്ടർ മഞ്ജുനാഥ് അതെനിക്കൊരു പരിഹാരം കണ്ടു. ക്ലിനിക്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന മഞ്ജുള എന്ന 23-കാരിയെ എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നിർദ്ദേശിച്ചു. എന്തേലും കൊടുത്താൽ മതി. കാര്യമായൊന്നുമില്ല. വരുന്ന രോഗികൾ മിക്കതും പനി, ജലദോഷം അങ്ങനെയുള്ളവരാണ്. പുള്ളി എന്നോട് നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾ ടൗണിലേക്ക് റെഫർ ചെയ്തോളാം പറഞ്ഞു. പുള്ളിക്ക് 2 ദിവസം കഴിഞ്ഞ് ഫ്ലൈറ്റാണ്. ചെറിയ ഷോപ്പിംഗ് പാക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നേരത്തെ ബാംഗ്ലൂർക്ക് പോവാനാണ് അവിടുന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 500-ന്റെ 2 കെട്ട് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, കുസുമയ്ക്ക് 10,000 മാസവും മഞ്ജുളയ്ക്ക് ക്ലീനിങ്ങിന് 6,000 മാസവും കൊടുക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിന് നിനക്കിഷ്ടമുള്ള എന്തേലും കൊടുത്താൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പുള്ളിയുടെ വീടിന്റെ ഒരു കീ തന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു വന്നു പൊക്കോ. ഞാൻ തലയാട്ടി. 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിന് തൊട്ടടുത്ത് ഒരു 10 ഏക്കർ ഫാം ഹൗസിലാണ് താമസം. ഇനി അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് എന്നോട് പുള്ളിക്കാരൻ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പോയി. ഞാൻ വീണ്ടും കൺസൾട്ടൻസിനായി റൂമിൽ നിന്നും ഇറങ്ങി. വെയിറ്റിംഗ് ഏരിയയിൽ വന്നപ്പോൾ കുസുമവും മഞ്ജുളയും കൂടി സംസാരിക്കുന്നു. കുസുമ റിസപ്ഷനിലിരിക്കുന്നു. എനിക്ക് മഞ്ജുളയുടെ ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ഞാൻ ഇറങ്ങി വന്നത് കണ്ട് കുസുമ മഞ്ജുളയെ എനിക്ക് പരിചയപ്പെടുത്തി. മഞ്ജുള ഞെട്ടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമസ്കാരം സാർ എന്ന് പറഞ്ഞു. ഒരു കൊച്ചു പെൺകുട്ടി, മെല്ലിച്ച ഒരു വിളറിയ മുഖം, മേക്കപ്പ് ഒന്നുമില്ലാത്ത മുഖം, ഒരു നരച്ച നീല ചുരിദാറാണ് വേഷം. ആ കണ്ണുകളിൽ ദാരിദ്ര്യത്തിന്റെ ദൈന്യത ഞാൻ കണ്ടു. ഭയം മുറുകിയ മുഖം. അവൾക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ തോന്നിച്ചു. അപ്പോഴേക്കും ഒരു പേഷ്യന്റ് വന്നു. അമ്മയും 3 വയസ്സുള്ള കുട്ടിയും. പനി, ചുമ. മരുന്ന് എഴുതി കഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറെ പേഷ്യൻസ്. എല്ലാം തലവേദന. മഞ്ജുള വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. ഞാൻ താഴത്തെ നിലയിൽ ഇറങ്ങി. ചപ്പാത്തിയും സബ്ജിയും ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ അവളോട് പറഞ്ഞപ്പോൾ നാണത്താൽ അവൾ പുഞ്ചിരിച്ച്. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ അറിയുമോ എന്ന്. അറിയാമെന്ന് അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഞാൻ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു, എനിക്ക് നോൺ വെജാണ് ഇഷ്ടമെന്ന്. എന്നിട്ട് അർത്ഥം വെച്ച് ചിരിച്ചു. അവൾക്കത് മനസ്സിലായതുപോലെ ദേവരെ എന്ന് പറഞ്ഞ് മുഖം പൊത്തി ചിരിച്ചു. അതോടെ എനിക്ക് മനസ്സിലായി ഇവൾക്ക് താല്പര്യം കുറവില്ലെന്ന്. പിന്നെ അവളോട് ഞാൻ കുറെ സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി അവൾ ഒരു മലയാളി കുട്ടിയാണ്. +2-ന് പഠിക്കുമ്പോൾ അവളുടെ സ്കൂളിനടുത്തുള്ള കടയിൽ നിൽക്കുന്ന കന്നഡ പയ്യനുമായി പ്രണയത്തിലായി ഒളിച്ചോടി ഇവിടെ വന്നതാണ്. 1 വർഷം ആവുന്നതിന് മുന്നേ അവൾ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അവൾക്ക് ചെവിയും
കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. ചികിത്സിക്കാൻ പൈസ ഇല്ല. കെട്ടിയോൻ മൈസൂർ ജോലിയായിരുന്നു. 24 മണിക്കൂറും താമരയാണ്. അതിനാൽ കിട്ടുന്ന പണിയെല്ലാം ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കില്ല. അവന്റെ അമ്മ വീട്ടിലുള്ളതിന് കൊച്ചിനെ അവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എനിക്ക് ക്ലിനിക്കിൽ തൂപ്പുജോലിക്ക് വരാൻ. കെട്ടിയോൻ വന്നാൽ പിന്നെ ഇടിയുടെ പൂരമാണ് കാശിനു വേണ്ടി. സൂക്ഷിച്ചു വെച്ചേക്കുന്ന ക്യാഷെല്ലാം എടുത്തു പോയി കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉപദ്രവിക്കും. അങ്ങനെ ആരോ കംപ്ലൈന്റ് ചെയ്തു. ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ കുറെ സമാധാനം. ഇതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് എനിക്ക് വല്ലാതെയായി. അങ്ങനെ ഞാൻ മുകളിൽ ചെന്നപ്പോൾ 1-2 രോഗികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരെയെല്ലാം കണ്ടു മരുന്ന് എഴുതി കൊടുത്തു. 3 മണി വരെ പിന്നെ ആരും വന്നില്ല. കുസുമ പറഞ്ഞു ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞാൽ ആരും വരാറില്ല എന്ന്. പക്ഷെ ക്ലിനിക്ക് 5 മണി വരെ ഓപ്പൺ ചെയ്തിരിക്കണം. അങ്ങനെയാണ് മഞ്ജു സാർ പറഞ്ഞത്. കുസുമ 3:30 പോയാൽ പിന്നെ മഞ്ജുള മാത്രമേ ഉണ്ടാവൂ. 3:30 കഴിഞ്ഞു അവളെ ഒന്നും കൂടി ട്യൂൺ ചെയ്യാൻ തീരുമാനിച്ചു. ഡോറിന് പുറത്തും വെയിറ്റിംഗ് റൂമിലും CCTV ഉണ്ട്. ഒരു മോണിറ്റർ കൺസൾട്ടിംഗ് റൂമിലും ഒന്ന് താഴെ ബെഡ്റൂമിലും ഉണ്ട്. അതുകൊണ്ട് ആര് ബെല്ലടിച്ചാലും താഴെയും കാണാൻ പറ്റും. ഉച്ചക്കത്തെ സംഭവത്തിന് ശേഷം അവൾ എന്റെ മുന്നിൽ വന്നിട്ടില്ല. ചമ്മലുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, മാറ്റിയെടുക്കാം. അന്ന് 3:30 വരെ ആയിട്ടും ആരും വരുന്നില്ല. കുസുമ പോയി കഴിഞ്ഞു ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴവൾ കിച്ചണെല്ലാം അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങി വരുന്നത് കണ്ട് അവൾ ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് പറഞ്ഞു, സാറേ, ഫ്ലോർ നനഞ്ഞതാണ്, തെന്നുമെന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നനവും തെന്നലും ഇല്ലെങ്കിൽ ഒരു രസവും കാണില്ല എന്ന്. അവൾക്ക് ആദ്യം പിടികിട്ടാതെ ഇയാൾ എന്താ ഈ പറയുന്നെന്ന ഭാവത്തിൽ നോക്കി. പിന്നെ അതൊരു ചമ്മിയ ചിരിയായി. എന്നിട്ട് ഈ സാറിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ, വഷളൻ എന്ന് പറഞ്ഞു.